മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള പ്രതിരോധ സമവാക്യങ്ങളും വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം പുറത്തുവരുന്നു. സ്വന്തം സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഇനി ഒരിക്കലും അമേരിക്കയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കില്ല എന്നും പ്രതിരോധ മേഖലയിൽ രാജ്യം പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു എന്നുമാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായിട്ട് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായിട്ടുള്ള പങ്കാളിയായ അമേരിക്കയെ പരസ്യമായിട്ട് തള്ളിപ്പറയുന്ന ഈ നിലപാട് വാഷിംഗ്ടണിനെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എസ്റ്റിയോണിയിൽ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു കടുത്ത രാഷ്ട്രീയ നിലപാട് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയത്. ഇറാനും അവരുടെ സഖ്യശക്തികൾക്കെതിരെയുമുള്ള പോരാട്ടം ഇസ്രായേൽ ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന സൂചനയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പ്രധാനമന്ത്രി നൽകുന്നത്. അടുത്ത 30 വർഷത്തെ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇന്നത്തെ കടുത്ത സൈനിക തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്നും ഭാവി സുരക്ഷയ്ക്കായിട്ട് സ്വന്തമായ ഒരു സ്വതന്ത്ര ആയുധ നിർമ്മാണ സംവിധാനം വികസിപ്പിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക മുന്നോട്ടു പോകുന്നതിലുള്ള കടുത്ത അതൃപ്തിയാണ് നെതന്യാഹുവിനെ ഇത്തരമൊരു അടിയന്തര തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തങ്ങളുടെ സൈനിക സ്വാതന്ത്ര്യത്തിന്മേൽ വിദേശ രാജ്യങ്ങൾ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന കർശന സന്ദേശമാണ് ഇതിലൂടെ ഇസ്രായേൽ നൽകുന്നത്. സ്വതന്ത്ര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം $110 ബില്യൺ നിക്ഷേപിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. നിലവിൽ പ്രതിവർഷം അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന $3.8 ബില്യൺ സൈനിക പാക്കേജ് കരാർ കാലാവധി തീരുന്ന 2028 ശേഷം പുതുക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രാഥമിക ആലോചന. അമേരിക്കൻ നികുതി പണം കൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് US വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പടപ്പുറപ്പാട് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വൈറ്റ് ഹൗസുമായിട്ടുള്ള ഈ ഒരു പരസ്യമായിട്ടുള്ള അകൽച്ച മധ്യപൂർവേഷ്യയിൽ പുതിയൊരു യുദ്ധതന്ത്രത്തിന് വഴി തുറക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇറാനും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയവർക്കുമെതിരെയുള്ള പോരാട്ടം ഇസ്രായേൽ കൂടുതൽ കടുപ്പിക്കുമെന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണ് നെതന്യാഹുവിന്റെ വാക്കിലുള്ളത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നും ശത്രുക്കളെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ദീർഘകാല യുദ്ധതന്ത്രം ആവശ്യമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അടുത്ത 30 വർഷത്തെ ഇസ്രായേലിന്റെ നിലനിൽപ്പും പരമാധികാരവും ഇന്നത്തെ സൈനിക തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് റിസർവ് ഓഫീസർമാരോട് നെതന്യാഹു വിശദീകരിച്ചത്. ഈ ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ് ആയുധങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രീതി പൂർണ്ണമായിട്ടും മാറ്റാൻ രാജ്യം ഒരുങ്ങുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വാഷിംഗ്ടണിൽ വെച്ച് നടക്കുന്ന രഹസ്യ സമാധാന ചർച്ചകളിൽ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയതാണ് ടെൽ-അവീവിനെ ചൊടിപ്പിച്ചത്. തങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അമേരിക്ക ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കുമെന്നത് ഇസ്രായേലിന് സ്വീകാര്യമല്ല. US മുന്നോട്ട് വെക്കുന്ന പല സമാധാന കരാറുകളും തങ്ങളുടെ സൈനിക സ്വാതന്ത്ര്യത്തിന്മേൽ ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കാരണമാകുമെന്ന് നെതന്യാഹു ഭയപ്പെടുന്നു. വൈറ്റ് ഹൗസിന്റെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ പ്രതിരോധ താൽപര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ ഭരണകൂടമുള്ളത്. സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര ആയുധ നിർമ്മാണ സംവിധാനം വികസിപ്പിച്ചെടുക്കുക എന്നത് ചരിത്രപരമായിട്ടുള്ള നീക്കത്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ തുടക്കമിടുന്നത്. വരും വർഷങ്ങളിൽ വിദേശത്ത് നിന്നുള്ള ആയുധ ഇറക്കുമതി ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും പ്രതിരോധ മന്ത്രാലയം പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇതിനായി അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഏകദേശം 350 ബില്യൺ ഷെക്കൽ, അതായത് $110 ബില്യൺ പ്രതിരോധ വ്യവസായത്തിലേക്ക് നിക്ഷേപിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. അത്യാധുനിക മിസൈലുകൾ, വെടിക്കോപ്പുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായിട്ടും ആഭ്യന്തരമായിട്ട് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ പ്രതിവർഷം അമേരിക്ക ഇസ്രായേലിന് നൽകി വരുന്ന $3.8 ബില്യൺ വൻ സൈനിക സഹായ പാക്കേജ് അവസാനിപ്പിക്കാനും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട്. നിലവിലുള്ള US ധനസഹായ കരാറിന്റെ കാലാവധി 2028 അവസാനിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കരാർ പുതുക്കൽ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന വിപ്ലവകരമായിട്ടുള്ള സൂചനയാണ് നെതന്യാഹു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സാമ്പത്തിക സഹായം വാങ്ങുന്നത് വഴി US ഭരണകൂടത്തിന്റെ നിബന്ധനകൾക്ക് മുൻപിൽ പലപ്പോഴും ഇസ്രായേലിന് തലകുനിക്കേണ്ടി വരുന്നു എന്ന ആഭ്യന്തര വിമർശനം മറികടക്കുക കൂടിയാണ് നെതന്യാഹു ഇതിലൂടെ ചെയ്യുന്നത്.
അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സമീപകാലത്തുണ്ടായ ചില പ്രസ്താവനകളും നെതന്യാഹുവിനെ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ആയുധങ്ങളുടെ വലിയൊരു പങ്ക് നിർമ്മിക്കുന്നത് അമേരിക്കൻ നികുതിദായകരുടെ പണം ഉപയോഗിച്ചാണ് എന്ന് US വൈസ് പ്രസിഡന്റ് JD വാട്സ് കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് ഓർമ്മിപ്പിച്ചിരുന്നു. അമേരിക്കൻ ജനതയുടെ പണം ഇസ്രയേലിന്റെ യുദ്ധങ്ങൾക്കായിട്ട് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നതിനെതിരെ US ഉയരുന്ന ജനവികാരത്തിനുള്ള നേരിട്ടുള്ള മറുപടിയാണത്. വിദേശ രാജ്യങ്ങളുടെ ആയുധഭിക്ഷ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന നെതന്യാഹുവിന്റെ ഈ ഒരു പടപ്പുറപ്പാടും. എന്നാൽ ആധുനിക യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും ആഭ്യന്തരമായിട്ട് നടത്തുക എന്നത് ഇസ്രയേലിന് അത്ര എളുപ്പമാകില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കായിട്ട് ഇസ്രയേലിന് എപ്പോഴും അന്താരാഷ്ട്ര വിപണിയെയും ആഗോള വിതരണ ശൃംഖലകളെയും ആശ്രയിക്കേണ്ടതുണ്ട്. പെട്ടെന്നൊരു ദിവസം US സഹായം നിലയ്ക്കുന്നത് ഇസ്രയേലിന്റെ നിലവിലെ യുദ്ധശേഷിയെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. എങ്കിലും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴിയിലൂടെ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ആലോചിക്കുന്നത്. നെതന്യാഹുവിന്റെ ഈ ഒരു പുതിയ തന്ത്രപരമായിട്ടുള്ള നീക്കം പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ദശാബ്ദങ്ങളായിട്ട് ഇസ്രയേലിന്റെ സുരക്ഷാ കവചമായിട്ട് നിലകൊണ്ടിരുന്ന അമേരിക്കൻ സഖ്യത്തിൽ ഇത്രയും വലിയൊരു വിള്ളൽ വീഴുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ ഒരു പരസ്യമായിട്ടുള്ള അകൽച്ച മധ്യപൂർവേഷ്യയിലെ മറ്റു ശത്രുക്കൾക്ക് പുതിയ തന്ത്രങ്ങൾ മെനയാൻ അവസരമൊരുക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്കയെ പിണക്കിക്കൊണ്ട് ലെബനൻ, സിറിയ, ഇറാൻ അതിർത്തികളിൽ ഒരേ സമയം യുദ്ധമുന്നണികൾ തുറക്കാൻ ഇസ്രയേലിന് എത്രത്തോളം സാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നയതന്ത്ര തലത്തിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടാൻ ഈ പ്രഖ്യാപനം കാരണമായേക്കുമെന്നാണ് ഭൂരിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇസ്രയേലിനെതിരെ ഉയർന്നുവരുന്ന ഉപരോധ ഭീഷണികളെയും പ്രമേയങ്ങളെയും ഇതുവരെ അമേരിക്കയാണ് തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പ്രതിരോധിച്ചിരുന്നത്. സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള ആശ്രയത്വം ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ വാഷിംഗ്ടൺ നൽകി വരുന്ന ഈ ഒരു നയതന്ത്ര സംരക്ഷണം കൂടി ഇല്ലാതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ആഗോളതലത്തിൽ ഇസ്രയേലിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയേക്കാം. എങ്കിലും സ്വന്തം ആത്മാഭിമാനത്തിനും പരമാധികാരത്തിനും മുൻഗണന നൽകുന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വരും ദിവസങ്ങളിൽ സൈനിക വിന്യാസവും ആഭ്യന്തര ആയുധ നിർമ്മാണ പദ്ധതികളും കൂടുതൽ വേഗത്തിലാക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം ലഭിച്ചതായിട്ടാണ് സൂചനകൾ. വിദേശ ശക്തികളുടെ കൽപ്പനകൾക്ക് കാത്തുനിൽക്കാതെ ശത്രുക്കൾക്കെതിരെ എപ്പോൾ എവിടെ തിരിച്ചടിക്കണമെന്ന് ഇസ്രയേൽ തന്നെ തീരുമാനിക്കുന്ന പുതിയൊരു യുഗത്തിനാണ് ഇതിലൂടെ തുടക്കമിടുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ ഒരു വൻ ശക്തി മാറ്റത്തെ ലോകരാജ്യങ്ങൾ കടുത്ത ആശങ്കയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. നെതന്യാഹുവിന്റെ ഈ ഒരു പടപ്പുറപ്പാടിനോട് വൈറ്റ് ഹൗസും അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗണും ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ ഭാവി സമാധാന ചർച്ചകൾ. വരും ദിവസങ്ങളിൽ US ഭരണകൂടം തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടേക്കാം. എന്തായാലും നെതന്യാഹു എടുക്കുന്ന ഈ ഒരു തീരുമാനങ്ങൾക്ക് എന്ത് നിലപാടായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഏതെങ്കിലും തരത്തിൽ യുദ്ധം കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും യുദ്ധം ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇറാനെ തീർക്കാനോ നെതന്യാഹു ഒറ്റയ്ക്ക് ഈ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അവിടെ ഇറാൻ തോക്കുകയില്ല, ഇസ്രയേൽ തന്നെയായിരിക്കും തോക്കുക. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇല്ലാതെ ഒരു യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ എത്തി നിൽക്കുന്നത്. ഇതിലെ യാഥാർത്ഥ്യം എന്തെന്നാൽ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിന്നിട്ട് പോലും ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇറാന്റെ കരുത്ത് കൂടുകയുള്ളൂ.